പാകിസ്ഥാൻ ആക്രമണം നടത്തുന്ന സാഹചര്യത്തിൽ തിരിച്ചടിച്ചുകൊണ്ട് ഭാരതം മുന്നോട്ട് പോവുകയാണ് എന്ന് പറയാം. ഏറ്റവും ഒടുവിൽ അമ്പെ തകർന്നടിഞ്ഞു നിൽക്കുമ്പോഴും ജമ്മുവിലേക്ക് വീണ്ടും ഒരു ഡ്രോൺ ആക്രമണം നടത്തി എന്ന വിവരം, അതേസമയം അത് ആകാശത്ത് വെച്ച് തന്നെ നിർവീര്യമാക്കാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ജിജീഷ് കരുണാകരൻ കൂടി നമ്മോടൊപ്പം ചേർന്നു. ജിജീഷ്, ഏറ്റവും പുതുതായി നൽകാൻ കഴിയുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? വീണ, പാകിസ്ഥാന്റെ ഓരോ ആക്രമണത്തിനും ഓരോ നീക്കങ്ങൾക്കും അനുനിമിഷം എന്ന രീതിയിൽ തന്നെ തിരിച്ചടി നൽകി അതിനെ പ്രതിരോധിക്കുന്ന ഇന്ത്യൻ പ്രതിരോധ സംവിധാനങ്ങളെ തന്നെയാണ് നമുക്ക് തുടക്കം മുതൽ തന്നെ കാണാനാവുക. ഏറ്റവും ഒടുവിൽ പോലുമുള്ള ഡ്രോൺ ആക്രമണങ്ങളെ എല്ലാം തന്നെ നിർവീര്യമാക്കാൻ രാജ്യത്തിന് കഴിയുന്നുണ്ട്. അതിനെല്ലാം തകർക്കാൻ കഴിയുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനം. സാധാരണ ജനങ്ങളെ പോലും ലക്ഷ്യമിട്ടുകൊണ്ട് പാകിസ്ഥാന്റെ നീക്കങ്ങൾ ഉണ്ടാകുന്നു, അവർക്ക് ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടാകുന്നു. അങ്ങനെ നിരന്തരം ഒരു പ്രകോപനത്തിന്റെ പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ട് രാജ്യത്തെ ഒരു യുദ്ധഭീതിയിലേക്കാക്കാൻ പാകിസ്ഥാൻ ശ്രമിക്കുമ്പോൾ കൃത്യമായി തന്നെ അതിനെ ചെറുക്കാൻ ഇന്ത്യൻ പ്രതിരോധ സംവിധാനങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏറ്റവും ഒടുവിൽ നടന്നിട്ടുള്ള ഈ ഡ്രോൺ ആക്രമണങ്ങളെയും അതിനെയും പൂർണ്ണമായും തന്നെ നിർവീര്യമാക്കിയിരിക്കുന്നു. മാത്രമല്ല, ഇന്ത്യയുടെ എല്ലാ പ്രതിരോധ സംവിധാനങ്ങളും, വിക്രാന്ത് ഉൾപ്പെടെയുള്ള വിവിധ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം ഈ പൂർണ്ണ സജ്ജമായി തന്നെ നിലയുറപ്പിച്ചിരിക്കുന്നു. പാകിസ്ഥാൻ വലിയ തോതിൽ ഭയപ്പാടോടെ നിൽക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഉള്ള അടികൾക്കെല്ലാം തന്നെ തിരിച്ചടികൾ ലഭിക്കുന്നു. മാത്രമല്ല, ഒന്നും ലക്ഷ്യത്തിലേക്ക് അല്ലെങ്കിൽ പാകിസ്ഥാന്റെ ലക്ഷ്യങ്ങളെല്ലാം തെറ്റിക്കുന്ന തരത്തിലുള്ള ഒരു തിരിച്ചടി ഭാരതത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നു എന്നത് തന്നെയാണ്. കാരണം ഇന്നലെ ആരംഭിച്ച എട്ടരയോടുകൂടി തന്നെ ആരംഭിച്ച ആ ഒരു പ്രകോപനത്തിന് ആ നിമിഷം മുതൽ തന്നെ തുടരുന്നതാണ് ഈ ഒരു തിരിച്ചടികൾ എന്നത്. കാരണം പാകിസ്ഥാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള സംവിധാനങ്ങൾ അല്ലെങ്കിൽ അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും എല്ലാം തന്നെയുള്ള ഒരു തിരിച്ചടികൾ തന്നെ ലഭിക്കുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ടത് എന്നത്. ഇത്തരത്തിൽ ഉള്ള നീക്കങ്ങൾ, ഒടുവിൽ പാകിസ്ഥാന്റെ ഷെല്ലാക്രമണത്തിൽ ഒരു സ്ത്രീ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന വിവരങ്ങൾ, അങ്ങനെ ഒരാൾക്ക് പരിക്കേറ്റു, സാധാരണക്കാരെ പോലും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നീക്കങ്ങൾ ഇത്തരത്തിൽ ഉണ്ടാകുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനം. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു ക്രൂരതയുടെ പര്യായമായി തന്നെ അത് മനസ്സിലാക്കാനും കഴിയും. ഷെല്ലാക്രമണത്തിൽ ഇന്ത്യൻ സൈന്യം കനത്ത തിരിച്ചടി തന്നെയാണ് ഓരോ ഘട്ടത്തിലും നൽകുന്നത്. പാകിസ്ഥാന്റെ ഡ്രോണുകളും മിസൈലുകളും അടക്കം ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ അല്ലെങ്കിൽ പ്രതിരോധ സംവിധാനങ്ങളെ തകർക്കാനുള്ള നീക്കങ്ങളെ പൂർണ്ണമായും തന്നെ ഇല്ലാതാക്കുന്നു. പല ഭാഗങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഒരു ഭാഗത്ത് പാകിസ്ഥാന്റെ ഡ്രോൺ ആക്രമണം തുടരുകയാണ്. പുലർച്ചെ ജമ്മുവിൽ ആണ് ആക്രമണം ഉണ്ടായത്. എന്നാൽ അതിനെയും പ്രതിരോധിച്ചിരിക്കുന്നു. വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് ഈ ഡ്രോണുകൾ തകർക്കുവാൻ കഴിഞ്ഞിരിക്കുന്നു എന്നത് തന്നെയാണ്. ജമ്മുവിൽ പൂർണ്ണമായും തന്നെ മുഴുവനായും ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചിരിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ ഒരു കൃത്യമായി തന്നെ പാകിസ്ഥാനെ പാഠം പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ പാകിസ്ഥാന്റെ അഹങ്കാരത്തിന് കനത്ത തിരിച്ചടി നൽകുന്ന ഒരു പ്രതിരോധം തന്നെ ഉണ്ടാകുന്നു. കാരണം എത്രമാത്രം സുസജ്ജമാണ് ഇത്തരം സംവിധാനങ്ങളിൽ അല്ലെങ്കിൽ സാഹചര്യങ്ങളിൽ രാജ്യം എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ വ്യക്തമാവുകയും ചെയ്യുന്നത്. അങ്ങനെ പ്രത്യാക്രമണം ഇന്ത്യ കൂടുതൽ ശക്തമാക്കിയിരിക്കുന്നു. ആ പ്രത്യാക്രമണം കൂടുതൽ ശക്തമായി തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. രണ്ടാം ഘട്ടത്തിൽ ഭീകരർക്കപ്പുറം
ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു നിലയിലേക്ക് ഇന്ത്യ എത്തിയിരിക്കുന്നു. ആദ്യഘട്ടത്തിൽ ഭാരതം കൃത്യമായി തന്നെ വ്യക്തമാക്കിയിരുന്നു തങ്ങളുടെ ലക്ഷ്യം ഭീകര ക്യാമ്പുകൾ മാത്രമാണ് എന്ന് വ്യക്തമാക്കി. ഒരു തരത്തിലും പാകിസ്ഥാന് മുന്നിൽ പ്രകോപനത്തിന്റെ യാതൊന്നും ഭാരതം സൃഷ്ടിച്ചിരുന്നില്ല എങ്കിൽ അതൊന്നും മനസ്സിലാക്കാതെ കൃത്യമായി തന്നെ പാകിസ്ഥാൻ പ്രകോപനത്തിന്റെ ഒരു രീതിയിലേക്ക് മാറുകയും ചെയ്യുകയായിരുന്നു. ഈ ഡ്രോണുകളും മിസൈലുകളും അടക്കം മുഴുവൻ പ്രതിരോധ സംവിധാനങ്ങളെയും പാകിസ്ഥാന്റെ നിരന്തരമായ മിസൈലുകളെയും ഡ്രോണുകളെയും എല്ലാം തന്നെ തകർത്ത് തന്നെയാണ് രാജ്യം മുന്നോട്ട് പോകുന്നത്. ഇന്ന് പുലർച്ചെയും ഇന്ത്യയുടെ തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. ജമ്മുവിലേക്ക് എത്തിയ പാക് ഡ്രോണുകൾക്ക് 1000 ഇരട്ടിയായി പാകിസ്ഥാനെ ഇന്ത്യ നേരിടുന്ന ഒരു സ്ഥിതി തന്നെയാണ് കാണുന്നത്. ഈ ഡ്രോൺ ആക്രമണത്തെ അത് തകർത്തുകൊണ്ടാണ് സൈന്യം മുന്നോട്ട് പോവുകയും ചെയ്തിരിക്കുന്നത്. അങ്ങനെ എല്ലാ മേഖലയിലും ശക്തമായ ഒരു പ്രത്യാക്രമണം ഭാരതത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. വീണ്ടും വീണ്ടും ഡ്രോണുകൾ എത്തിക്കൊണ്ട് ആക്രമണം നടത്തുന്ന ഒരു രീതി കാണുന്നു. പുലർച്ചെയാണ് പാകിസ്ഥാൻ ഇത്തരത്തിലുള്ള പ്രകോപനം ആവർത്തിക്കുന്നത് കാണാൻ കഴിഞ്ഞത്. ഈ ഡ്രോൺ ആക്രമണത്തിലൂടെ പ്രകോപനം ആവർത്തിക്കുന്നത് കാണാൻ കഴിഞ്ഞത്. അവിടെ സാധാരണ ജനങ്ങളെ മുഴുവൻ സുരക്ഷിതരാക്കിക്കൊണ്ട്, അതിർത്തി മേഖലകളിലെ സാധാരണ ജനങ്ങളെ മുഴുവൻ സുരക്ഷിതരാക്കിക്കൊണ്ട് തന്നെയാണ് ഓരോ ഘട്ടത്തിലും മുന്നോട്ട് പോകുന്നത്. നിരന്തരമായി അപകട സാധ്യതകൾ മുഴങ്ങുന്ന അല്ലെങ്കിൽ ഇടയ്ക്കിടെ ഏത് ഘട്ടത്തിലും ഒരു പ്രതിരോധത്തിന്റെ ഒരു സംവിധാനങ്ങളെല്ലാം തന്നെ തീർത്തുകൊണ്ട് മുന്നോട്ട് പോവുകയും. രജൌരിയിലൊക്കെ വീണ്ടും കനത്ത ഷെല്ലിംഗ് ആണ്, സൈനിക പോസ്റ്റുകളിൽ നിന്ന് ആക്രമണങ്ങൾ ഉണ്ടായിരിക്കുന്നു എന്ന വിവരം കൂടിയാണ് നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവിടെ ആഭ്യന്തരമായി തന്നെ അവർ വലിയ പ്രശ്നങ്ങളിലേക്കാണ് പോകുന്നത്. പാക് പ്രധാനമന്ത്രി ഒളിവിലേക്ക് പോയിരിക്കുന്നു. കരസേനാ മേധാവിയെ കസ്റ്റഡിയിലെടുക്കുന്നു. ഉന്നത ഉദ്യോഗസ്ഥരെല്ലാം രാജ്യം വിട്ടിരിക്കുന്നു. ആരാണ് ഈ ആക്രമണങ്ങൾക്ക് പിന്നിലെന്ന് ചോദിച്ചാൽ അവർക്ക് തന്നെ വ്യക്തതയില്ലാത്ത സാഹചര്യങ്ങളിലാണിപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ എന്തൊക്കെയോ പറഞ്ഞു വെച്ചിരുന്നിടത്തു നിന്ന് അതുപോലെയുള്ള ചില ആക്രമണങ്ങൾ അങ്ങ് നടത്തുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് കൃത്യമായ ആസൂത്രണമൊന്നും നടത്താൻ ഇപ്പോൾ അവിടെ ആരുമില്ല എന്ന സാഹചര്യം കൂടിയാണ് എന്ന് മനസ്സിലാക്കുന്നു. ഏറ്റവും ഒടുവിലായി വന്ന വാർത്തകളിലും നമുക്ക് മനസ്സിലായിരിക്കുന്നത് അതൊക്കെ തന്നെയാണ്. എവിടെ എങ്ങനെ ആക്രമണം നടത്തണമെന്ന് പോലും നിശ്ചയമില്ലാത്ത തരത്തിലുള്ള ഡ്രോൺ ആക്രമണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ കൃത്യമായി തിരിച്ചടിക്കാൻ ഭാരതത്തിന് കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഈ ആഭ്യന്തര പ്രശ്നങ്ങൾ കൂടി ഇങ്ങനെ രൂക്ഷമായിരിക്കുന്ന പാകിസ്ഥാൻ എത്ര നേരം പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് പോലും വ്യക്തതയില്ലല്ലോ ജിജീഷ്. പിന്നെ പറഞ്ഞതുപോലെ തന്നെ പാകിസ്ഥാനെ ഏറ്റവും അധികം അവിടെ പ്രശ്നങ്ങൾ ഏറ്റവും അധികം പ്രതിരോധിക്കുന്നത് എന്ന് പറയുന്നത് ആ രാജ്യത്തിനകത്ത് തന്നെയുള്ള ആഭ്യന്തര പ്രശ്നങ്ങളാണ്. കാരണം ഭാരതത്തെ പോലെ ഒരു സുശക്തമായ സംവിധാനമല്ല പാകിസ്ഥാന് ഉള്ളത്. ഭാരതം ഇത്തരം സാഹചര്യങ്ങളിൽ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾക്കിടയിൽ പോലും രാജ്യം ഒരു പ്രതിസന്ധി നേരിടുന്ന ഘട്ടത്തിൽ ഒരുമിച്ച് നിൽക്കുന്ന ഭാരതത്തിലെ പൗരന്മാരെയാണ് രാജ്യത്ത് നമുക്ക് കാണാൻ കഴിയുക. അവിടെ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അവർ മുന്നോട്ട് പോകുന്നു. രാജ്യത്തിന്റെ ഏത് നീക്കത്തിനും പിന്തുണ നൽകുമെന്ന് പറയുമ്പോൾ മറിച്ച് പാകിസ്ഥാനിൽ അതല്ല സ്ഥിതി. അവിടെ കാലങ്ങളായി തന്നെ ഉള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത് പട്ടാള ഭരണവും ഒപ്പം തന്നെ അവിടെ ജനകീയ ഭരണകൂടവും തമ്മിലുള്ള പ്രശ്നങ്ങൾ, അതിനെ സർക്കാരിനെ അട്ടിമറിക്കാൻ പല ഘട്ടങ്ങളിലും ശ്രമിക്കുന്ന ഒരു പട്ടാള മേധാവി മാറി വരുന്ന ഒരു രാജ്യം. അത്തരത്തിലെല്ലാം തന്നെ കൃത്യമായ അന്തഃഛിദ്രങ്ങൾ, അതിനകത്തുള്ള പ്രശ്നങ്ങൾ, രാജ്യത്തിനകത്ത് നിരന്തരമായുള്ള പ്രശ്നങ്ങൾ എല്ലാം തന്നെയാണ് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമെന്ന് അലട്ടുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. അവിടെ ഒറ്റക്കെട്ടായി നിൽക്കാനോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട്, കാരണം ആ രാജ്യം ഏത് ഘട്ടത്തിലും ഏത് കാലഘട്ടത്തിലും ചെയ്തിരുന്നത് അത് ചതിയുടെയും ഒപ്പം തന്നെ വഞ്ചനയുടെയും എല്ലാം തന്നെ ചരിത്രമാണ് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഓരോ ഘട്ടത്തിലും ഉണ്ടായിട്ടുള്ളത്. അത് കാലങ്ങളായി തുടരുന്നതാണ്. പല സാഹചര്യങ്ങളിലും
അങ്ങനെയെല്ലാം ഭാരതത്തിനെതിരായ നീക്കങ്ങൾ യാതൊരു കാരണവുമില്ലാതെ നടത്താം. എങ്ങനെയെല്ലാം ഭാരതത്തിന്റെ പ്രദേശങ്ങൾ വീണ്ടും വീണ്ടും പിടിച്ചെടുക്കാനുള്ള നീക്കങ്ങൾ എങ്ങനെയെല്ലാം നടത്താം എന്ന് മാത്രമാണ് പാകിസ്ഥാൻ ആലോചിച്ചിരുന്നത്. എന്നാൽ ആ രാജ്യത്തെ പാകിസ്ഥാനെ തകർക്കുന്നത് എന്ന് പറയുന്നത് അതിനകത്ത് തന്നെയുള്ള പ്രശ്നങ്ങളാണ്. നിരന്തരമായി തന്നെ അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കലാപങ്ങൾ, അക്രമങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ എന്നിവ ഒറ്റക്കെട്ടായി നിൽക്കാത്ത ഒരു രാജ്യം. ആ രാജ്യമാണ് ഇത്തരത്തിൽ സുസജ്ജമായ ഭാരതത്തെ ആക്രമിക്കാൻ മുൻപിൻ ആലോചനയില്ലാതെ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് എന്നത് തന്നെയാണ് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ലഭിച്ചിരിക്കുന്ന വലിയ ഒരു തിരിച്ചടി. അത് സാധാരണ നിലയിൽ ഒരു ഭീകരവാദികൾക്കെതിരായ നീക്കം ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ഭീകരവാദികൾക്കെതിരെ ഭാരതം നീക്കം നടത്തുമ്പോൾ ആ നീക്കത്തെ അതിനെ ഏതെങ്കിലും തരത്തിൽ പാകിസ്ഥാൻ പറയുന്നത് പോലെ ഈ ഭീകരവാദത്തെ തങ്ങൾ പിന്തുണയ്ക്കുന്നില്ല എന്ന് പറയുന്നത് ആണ് സത്യമെങ്കിൽ, അല്ലെങ്കിൽ അതാണ് യാഥാർത്ഥ്യമെങ്കിൽ പാകിസ്ഥാൻ ചെയ്യേണ്ടിയിരുന്നത് അത്തരത്തിൽ ഭീകരവാദ ക്യാമ്പുകൾ ആക്രമിക്കുന്ന ഭാരതത്തിന് നേരെ തിരിയുകയായിരുന്നില്ല. മറിച്ച് തങ്ങൾ തന്നെയാണ് ഈ ഭീകരവാദത്തിന് വളക്കൂർ ഉള്ള മണ്ണായി തങ്ങളുടെ രാജ്യം മാറിയിരിക്കുന്നു എന്ന് പാകിസ്ഥാൻ പ്രഖ്യാപിച്ചുകൊണ്ടും പാകിസ്ഥാന്റെ ഓരോ മേഖലകളിലും ഭീകരവാദ ക്യാമ്പുകളായി മാറിയിരിക്കുന്നു എന്നും അതിന് തങ്ങളുടെ കൃത്യമായ സംരക്ഷണം ലഭിക്കുന്നുണ്ട്, ആ രാജ്യത്തിന്റെ സംരക്ഷണം ലഭിക്കുന്നുണ്ട് എന്നും പറയാതെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഭീകരവാദ ക്യാമ്പുകൾക്കെതിരെ ആക്രമണം നടത്തിയതിന്റെ പേരിൽ ഭാരതത്തിന് എതിരെ ഒരു യുദ്ധപ്രഖ്യാപന രീതിയിലേക്ക് പാകിസ്ഥാൻ നീങ്ങിയത്. കൃത്യമായി തന്നെ നമുക്കറിയാം, ഭാരതം ഭീകരവാദ ക്യാമ്പുകളെ ലക്ഷ്യം വെച്ചപ്പോൾ മറിച്ച് ഭാരതത്തിന്റെ ഏറ്റവും തന്ത്രപ്രധാനപ്പെട്ട കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടും വിമാനത്താവളങ്ങൾ അടക്കം സാധാരണ ജനങ്ങൾ വന്നു പോകുന്ന ഭാഗങ്ങളെയെല്ലാം തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ ഒരു യുദ്ധനീതിയുടെ എല്ലാ കാര്യങ്ങളും ലംഘിച്ചുകൊണ്ട്, അല്ലെങ്കിൽ സാമാന്യ മര്യാദയുടെ എല്ലാ കാര്യങ്ങളും ലംഘിച്ചുകൊണ്ട് പാകിസ്ഥാൻ ഒരു പ്രകോപനത്തിന് തുടക്കമിടുകയായിരുന്നു എന്ന് വളരെ വ്യക്തമായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ പ്രകോപനത്തിനാണ് ഓരോ ഘട്ടത്തിലും രാജ്യം കൃത്യമായി തന്നെ മറുപടി നൽകിയത്. ഡ്രോൺ ആക്രമണങ്ങളിലൂടെ, മിസൈൽ ആക്രമണങ്ങളിലൂടെ ഇവിടെ വലിയ ഒരു ആൾനാശം ഉണ്ടാക്കാം എന്നും മാത്രമല്ല രാജ്യത്തിന്റെ പ്രതിരോധ സംവിധാനങ്ങളെ അടക്കം തകർക്കാമെന്നും കരുതിയ ഇടത്തു നിന്നാണ് അതിനെയെല്ലാം ഓരോ ആക്രമണങ്ങളെയും പൂർണ്ണമായും, ഓരോ ഡ്രോൺ ആക്രമണങ്ങളെയും ഓരോ മിസൈൽ ആക്രമണങ്ങളെയും പൂർണ്ണമായും തന്നെ നിർവീര്യമാക്കിക്കൊണ്ട് അതിനെയെല്ലാം ആകാശത്ത് വെച്ച് തന്നെ ചാമ്പലാക്കിക്കൊണ്ട് ഭാരതം തിരിച്ചടിക്കുകയും മുന്നോട്ട് പോവുകയും എല്ലാം ചെയ്തത് അതിർത്തി മേഖലയിൽ, അതിർത്തി ഗ്രാമങ്ങളിലെല്ലാം തന്നെ ഷെല്ലാക്രമണം നടത്തിക്കൊണ്ട്, ഭാരതത്തിന്റെ മേഖലകളിൽ ഷെല്ലാക്രമണം നടത്തിക്കൊണ്ട് സാധാരണ ജനങ്ങളെ ആക്രമിക്കുന്ന, സാധാരണ ജനങ്ങൾക്ക് ജീവനാശം സംഭവിക്കുന്ന, പരിക്കുകൾ ഏൽക്കുന്ന രീതിയിലേക്ക് പാകിസ്ഥാൻ പോയിരുന്നു. ആ ഘട്ടത്തിൽ പോലും ഭാരതം അത്തരം ഒരു തിരിച്ചടിക്ക് തയ്യാറായിരുന്നില്ല. അവിടുത്തെ പാകിസ്ഥാനിലെ സാധാരണ ജനങ്ങളെ ഒരിക്കലും ലക്ഷ്യമിട്ടിരുന്നില്ല. മറിച്ച് അവിടെയുള്ള ഭീകരവാദ ക്യാമ്പുകളായിരുന്നു ലക്ഷ്യമിട്ടിരുന്നത്. ഈ ഒരു തിരിച്ചടിയുടെ ഘട്ടത്തിൽ പോലും തങ്ങളുടെ പ്രതിരോധം എന്ന നിലയ്ക്ക് അവിടുത്തെ പാകിസ്ഥാന്റെ സംവിധാനങ്ങളെ, അല്ലെങ്കിൽ അവിടെ ഒരിക്കലും തകർക്കാൻ കഴിയില്ല എന്ന് പാകിസ്ഥാൻ അഹങ്കരിക്കുകയും പറയുകയും എല്ലാം ചെയ്തിരുന്ന പ്രതിരോധ സംവിധാനങ്ങളെ തകർത്തുകൊണ്ട് തന്നെയാണ് ഭാരതത്തിന്റെ ഒരു തിരിച്ചടി ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഈ കൃത്യമായി ഈ ഒരു പാകിസ്ഥാൻ ആരംഭിച്ചിരിക്കുന്ന ഈ ഒരു ആക്രമണത്തെ, അല്ലെങ്കിൽ ഏകപക്ഷീയമായ ആക്രമണത്തിന് അവിടെ കനത്ത തിരിച്ചടി തന്നെ പാകിസ്ഥാന് ലഭിക്കുന്നു. പൂർണ്ണ സജ്ജമായി രാജ്യത്തിന്റെ വിവിധ സംവിധാനങ്ങൾ നീങ്ങുന്നു പാകിസ്ഥാനിലേക്ക്. അത് കര, നാവിക, വ്യോമ സംവിധാനങ്ങൾ എല്ലാം തന്നെ സർവസജ്ജമായി നിലയുറപ്പിച്ചിരിക്കുന്നു. ഇനിയും ഈ പ്രകോപനം തുടർന്നു കഴിഞ്ഞാൽ അത് പാകിസ്ഥാൻ താങ്ങാവുന്നതായിരിക്കില്ല. അതിന്റെ ഒരു തിരിച്ചടി, അല്ലെങ്കിൽ അതിന്റെ പൂർണ്ണ തിരിച്ചടി എന്ന് ബോധ്യപ്പെടുത്തുന്നത് തന്നെയാണ്. കാരണം അതിന്റെ ടെസ്റ്റ് സാമ്പിളുകൾ വരുമ്പോൾ തന്നെ പാകിസ്ഥാന് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. ഭാരതത്തിന്റെ സൈനിക ശക്തി എത്രമാത്രം വർദ്ധിച്ചിരിക്കുന്നു എന്നത് തന്നെ. കാരണം ഏത് സൈനിക സംവിധാനങ്ങളുടെ ബലം പരിശോധിക്കുമ്പോഴും ഭാരതം പല മടങ്ങ് പാകിസ്ഥാനേക്കാൾ മുന്നിൽ നിൽക്കുന്ന രാജ്യമാണ്. അത് മിസൈലുകളുടെ എണ്ണത്തിലാണെങ്കിലും മറ്റു പ്രതിരോധ സംവിധാനങ്ങളുടെ, പ്രതിരോധ കപ്പലുകളുടെയും വിമാനവാഹിനി
കപ്പലുകളുടെയും എല്ലാം തന്നെ എണ്ണത്തിലാണെങ്കിലും പ്രതിരോധ വിമാനങ്ങളുടെ യുദ്ധവിമാനങ്ങളുടെ എണ്ണത്തിലാണെങ്കിലും എല്ലാം തന്നെ ഭാരതത്തിന്റെ ശക്തി അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കരുത്ത് തന്നെയാണ് ഭാരതത്തിനെ സംബന്ധിച്ചിടത്തോളം. അതിന്റെ സുസജ്ജമായ സൈന്യം, സുസജ്ജമായ ഭരണകൂടം, സർവശക്തമായ ഭരണകൂടം, തീരുമാനങ്ങൾ എടുക്കാൻ കെൽപ്പുള്ള ഒരു ഭരണകൂടം എന്നെല്ലാം പറയുന്നത്. കാരണം പാകിസ്ഥാനിൽ നമുക്കറിയാം കണ്ടു അവിടെ എങ്ങനെയാണ് ഇതിനോടുള്ള പ്രതിരോധം ഉണ്ടായത് എന്ന്. അവിടുത്തെ ജനപ്രതിനിധികൾ എങ്ങനെയാണ് ഈ ഒരു അവിടെ ഉണ്ടായിരുന്ന സാഹചര്യങ്ങളോട് എല്ലാം തന്നെ കൃത്യമായി പ്രതിരോധിച്ച് നിൽക്കാൻ പോലും കഴിയാത്ത, അല്ലെങ്കിൽ അതിന് ഉൾക്കൊള്ളാൻ പോലും കഴിയാത്ത രീതിയിലേക്ക് അവരുടെ പ്രതികരണങ്ങൾ മാറുന്ന ഘട്ടത്തിൽ കൃത്യമായി ശക്തമായ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു ഭാരതത്തെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അവിടുത്തെ ഒരു ഭരണകൂടത്തെയാണ് കാണാൻ കഴിയുന്നത്. പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവും രാഷ്ട്രപതിയുമെല്ലാം കൃത്യമായ ആലോചനകളിലൂടെ തീരുമാനങ്ങളിലേക്ക് എത്തുന്നു. രാജ്യമെടുക്കുന്ന തീരുമാനങ്ങൾ അതിന് രാജ്യത്തെ പൗരന്മാരുടെ പൂർണ്ണമായി തന്നെയുള്ള പിന്തുണ ലഭിക്കുന്നു. അങ്ങനെ രാജ്യം സുസജ്ജമായി മുന്നോട്ട് പോകുന്നു. അടിച്ചാൽ തിരിച്ചടി എന്ന് നേരത്തെ തന്നെ ഭാരതം വ്യക്തമാക്കിയതാണ്. തങ്ങളായ ഒരു പ്രകോപനത്തിനും മുന്നോട്ട് പോകില്ല, തങ്ങളായ ഒരു പ്രശ്നത്തിനും മുന്നോട്ട് പോകില്ല. എന്നാൽ ഇങ്ങോട്ട് വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത് എങ്കിൽ അതിന് വലിയ വില നൽകേണ്ടി വരും എന്ന കാര്യം പാകിസ്ഥാന് പല ഘട്ടങ്ങളിലായി മുന്നറിയിപ്പ് നൽകിയതാണ്. എന്നാൽ പാകിസ്ഥാൻ അത് കേട്ടില്ല. ഒരു ഘട്ടത്തിലും അത്തരത്തിൽ പാകിസ്ഥാൻ ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ തയ്യാറായില്ല. അതിന്റെ വലിയ ഒരു നാശം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നുണ്ട്. പാകിസ്ഥാന്റെ എല്ലാ സംവിധാനങ്ങളെയും, കാരണം എങ്ങനെയാണ് ഒരു കൃത്യമായ തന്ത്രങ്ങളിലൂടെ ഭാരതം അടിച്ചത്, അല്ലെങ്കിൽ തങ്ങളുടെ രാജ്യത്ത് കയറി വന്ന് ആ പൗരന്മാരെ വെടിവെച്ച് കൊല്ലുന്ന ഭീകരവാദത്തെ എങ്ങനെയാണ് നേരിട്ടത് എന്ന് നമ്മൾ കണ്ടതാണ്. കൃത്യമായ ആസൂത്രണം നടത്തുന്നു. മുഴുവൻ ഭീകരവാദ കേന്ദ്രങ്ങളിലും ഒരിടത്ത് പോലും ജനവാസ മേഖലകളിൽ ആൾനാശം ഉണ്ടാക്കാത്ത വിധം മുഴുവൻ ഭീകര കേന്ദ്രങ്ങളിലും ആക്രമണം നടത്തുമ്പോൾ പകരം പാകിസ്ഥാൻ ചെയ്തത് ഒരു യുദ്ധത്തിന്റെ സാഹചര്യത്തിലേക്ക്, അല്ലെങ്കിൽ രാജ്യത്തിന്റെ ജമ്മുവിലടക്കം വിമാനത്താവളങ്ങളിലേക്ക് ഡ്രോണുകൾ, മിസൈലുകൾ പായിച്ചുകൊണ്ട് അത്തരമൊരു ആക്രമണത്തിന്റെ രീതിയായിരുന്നു പാകിസ്ഥാൻ സ്വീകരിച്ചിരുന്നത്. അത് തന്നെയാണ് ആ രാജ്യം, കാരണം പ്രതിരോധ വിദഗ്ധരടക്കം രാഷ്ട്രതന്ത്രജ്ഞരടക്കം വിലയിരുത്തിയ ഒരു കാര്യമുണ്ട്. പാകിസ്ഥാൻ എപ്പോൾ എന്ത് ചെയ്യുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം പാകിസ്ഥാൻ ഒരു ബുദ്ധിശൂന്യരുടെ നാടാണ്, അല്ലെങ്കിൽ ബുദ്ധിശൂന്യരായ ഭരണാധികാരികളുടെ ഒരു നാടാണ്. അവരുടെ ചിന്താഗതികളും പ്രവൃത്തികളും പലപ്പോഴും അത് ആ രാജ്യത്തെ തന്നെ നാശത്തിലേക്ക് നയിക്കുന്നതാണ്. അവിടെ ചിന്തിക്കാൻ ശേഷിയുള്ള ആളുകളില്ല, ചിന്താശേഷിയുള്ള ഒരു നയതന്ത്രജ്ഞരില്ല. അവരുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് എടുത്തുചാടിയുള്ള നീക്കങ്ങളാണ്. ആ എടുത്തുചാടിയുള്ള നീക്കങ്ങൾ എന്ന് പറയുന്നത് അവർക്ക് തന്നെ നാശത്തിലേക്ക് നയിക്കുന്ന, അവരുടെ നാശത്തിന്റെ വിത്തുകൾ പാകുന്നതാണ് അത്തരത്തിലുള്ള അവരുടെ ഓരോ പ്രവർത്തനങ്ങളും എന്നത് തന്നെയാണ്. കാരണം ആ ഒരു എങ്ങനെയാണോ സ്വയം നാശത്തിന് തുടക്കം കുറിക്കുന്നത്, അല്ലെങ്കിൽ സ്വയം കുഴിച്ചുകൊണ്ട് ആ കുഴിയിലേക്ക് സ്വയം പാകിസ്ഥാൻ പതിക്കുന്നത് എന്നത് പല ഘട്ടങ്ങളിലായി നമ്മൾ കണ്ടിട്ടുണ്ട്. വിവിധ യുദ്ധങ്ങളിൽ ഓരോ യുദ്ധവും രാജ്യത്തിനെതിരെ, ഭാരതത്തിനെതിരെ നടത്തുമ്പോൾ ഭാരതത്തിലേക്ക് കയറി വന്നുകൊണ്ട് ഭാരതത്തിന്റെ പ്രദേശങ്ങൾ, കശ്മീർ അടക്കം പിടിച്ചെടുക്കാനുള്ള നീക്കങ്ങളുടെ ഭാഗമായി അവർ ഓരോ ശ്രമങ്ങൾ നടത്തുമ്പോൾ അതിനെ വിവിധ കാലഘട്ടങ്ങളിൽ ശക്തമായി തിരിച്ചടിച്ച് മുന്നോട്ട് പോയ ഒരു സൈന്യത്തെ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുക. എപ്പോഴെല്ലാം പാകിസ്ഥാൻ പ്രകോപനം സൃഷ്ടിച്ചിട്ടുണ്ടോ ആ ഘട്ടങ്ങളിലെല്ലാം തന്നെ അവരെ കൊണ്ട് തന്നെ പിന്മാറ്റം നടത്തിക്കാൻ, അല്ലെങ്കിൽ പിന്മാറി ഇതല്ലാതെ മറ്റു രക്ഷയില്ല എന്ന് മനസ്സിലാക്കി അവർ പിന്മാറുകയും കൃത്യമായി തന്നെ ഈ ഒരു ആ നീക്കങ്ങളിൽ നിന്ന് പിന്മാറുന്ന ഒരു പാകിസ്ഥാനെ നമുക്ക് കാണാൻ കഴിയും. ഓരോ പ്രാവശ്യവും പാഠങ്ങൾ പഠിക്കുമ്പോഴും ഭാരതത്തെ ആക്രമിച്ചുകൊണ്ട്, ഭാരതത്തെ പ്രകോപിപ്പിച്ചുകൊണ്ട്, നിരന്തരം പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ട് അടികൾ ഏറ്റുവാങ്ങുന്ന പാകിസ്ഥാനെ നമുക്ക് കാണാൻ കഴിയും. എങ്ങനെ പരമാവധി രാജ്യത്ത് ജീവനഷ്ടം കുറച്ചുകൊണ്ട് ശത്രു രാജ്യത്തിന്റെ നേർക്ക് ആക്രമണം നടത്താം എന്നതിന് ഭാരതം നടത്തിയതിനപ്പുറം ഒരു ഉദാഹരണങ്ങളില്ല, അല്ലെങ്കിൽ ഭാരതം നടത്തിയ നീക്കങ്ങൾക്കപ്പുറം ഒരു ഉദാഹരണങ്ങളില്ല. സാധാരണ യുദ്ധങ്ങളിൽ സാധാരണക്കാർക്ക് ജീവനുകൾ നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് എങ്കിൽ സിവിലിയന്മാർ ഭീതിയുടെ മുൾമുനയിൽ നിൽക്കുമ്പോൾ ഇവിടെ അവരെയെല്ലാം സംരക്ഷിച്ചുകൊണ്ട് നിങ്ങളെ സംരക്ഷിക്കാൻ, അല്ലെങ്കിൽ അതിർത്തിക്കപ്പുറത്തേക്ക് ഒരാളെയും കടത്തിവിടില്ല. അതിർത്തിക്കപ്പുറത്തേക്ക് വരുന്ന ഈ ശത്രുവിന്റെ ഏത്
സംവിധാനങ്ങളെയും ഏത് ആക്രമണങ്ങളെയും ഏത് ലക്ഷ്യങ്ങളെയും അനുനിമിഷം തകർത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ, അത് ആകാശത്ത് തന്നെ തീകോളങ്ങളാക്കി മാറ്റിക്കൊണ്ട് ആ നീക്കങ്ങളെ തകർത്ത് മുന്നോട്ട് പോകാൻ തങ്ങൾക്ക് കഴിയുമെന്ന് തെളിയിക്കുന്ന ഒരു രാജ്യം ഭാരതം. ഭാരതത്തിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ ഓരോ ഘട്ടത്തിലും ബഡ്ജറ്റിലടക്കം വലിയ പ്രതിരോധത്തിന് വേണ്ടി വലിയ തുക നീക്കിവെക്കുമ്പോൾ അതിനെ വിമർശിക്കുന്നവരുടെ വായടപ്പിച്ചുകൊണ്ട് കൃത്യമായി ഭാരതത്തിന്റെ രാഷ്ട്ര സംരക്ഷകർ വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ട്: പ്രതിരോധത്തിനാണ് ഏറ്റവും പ്രാധാന്യം. കാരണം ഏത് ഘട്ടത്തിലും നമ്മളെ ആക്രമിക്കാൻ തയ്യാറായിരിക്കുന്ന ശത്രു രാജ്യങ്ങളുണ്ട്. അത് പാകിസ്ഥാൻ അടക്കമുള്ള രാജ്യങ്ങളുണ്ട്. അവരെ പിന്തുണയ്ക്കുന്ന ചില രാജ്യങ്ങളുണ്ട്. അവരെയെല്ലാം കരുതിയിരിക്കണം. അവർക്കെല്ലാം മുന്നിൽ ഏതെങ്കിലും ഒരു ആപത്ഘട്ടങ്ങളിൽ ആരാണ് സഹായത്തിന് ഉണ്ടാവുക എന്നത് യാതൊരു തരത്തിലും പറയാൻ കഴിയില്ല. ഒരുപക്ഷെ സഹായിക്കുമെന്ന് ഏറ്റ രാജ്യങ്ങൾ പോലും പാകിസ്ഥാനോടൊപ്പം മാറുന്ന ഒരു സ്ഥിതിവിശേഷത്തിൽ പോലും രാജ്യത്തിന് സ്വന്തം കാലിൽ നിലയുറപ്പിക്കേണ്ടതുണ്ട്. രാജ്യത്തിന് പ്രതിരോധത്തിന്റെ കോട്ടകൾ തീർത്ത് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതിർത്തിയിൽ മുൾക്കാടുകൾ തീർത്ത് ഈ ശത്രു സൈന്യത്തെ ഈ ഭാഗത്തേക്ക് കടത്താതിരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തേണ്ടതുണ്ട്. അതിന് അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങൾ ആവശ്യമാണ്. ആ പ്രതിരോധ സംവിധാനങ്ങൾ തന്നെയാണ് രാജ്യത്തിന് ഇന്ന് ഉള്ളത് എന്നത് തന്നെയാണ് കൃത്യമായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അങ്ങനെ ആ പ്രതിരോധ സംവിധാനങ്ങളെ എല്ലാം തന്നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രാജ്യത്തിന്റെ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം ശക്തമായി തിരിച്ചടിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ആക്രമണത്തിന് പാകിസ്ഥാൻ ഒരു കനത്ത വില നൽകേണ്ടി വന്നിരിക്കുന്നു എന്നത് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത്. അങ്ങനെ ഒരു പാകിസ്ഥാൻ കനത്ത തിരിച്ചടികൾ നിരന്തരമായി തന്നെ ഉണ്ടാകുന്നു. ആക്രമണങ്ങൾക്കെല്ലാം തന്നെ ശക്തമായ ഒരു പ്രതിരോധം രാജ്യത്ത് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്നത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത്. ഇന്ന് പുലർച്ചെ ഉണ്ടായ ആക്രമണങ്ങളെ പോലും, ഡ്രോൺ ആക്രമണങ്ങളെ പോലും തുടർച്ചയായി അതിനെ നിർവീര്യമാക്കാൻ, നശിപ്പിക്കാൻ വേണ്ടി രാജ്യത്തിന് കഴിഞ്ഞിരിക്കുന്നു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അങ്ങനെ ഇത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ ഒരു ശക്തമായ നീക്കങ്ങൾ ഭാരതത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത്. അങ്ങനെ കടുത്ത നടപടികൾ ഭാരതത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. ഗത്യന്തരമില്ലാതെ ഏറ്റവും ശക്തമായ ചില നീക്കങ്ങളിലേക്ക് രാജ്യം കടക്കുകയും ചെയ്യുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഈ ഒരു ഘട്ടങ്ങളിലെല്ലാം കാണാൻ കഴിയുകയും ചെയ്യുക. ഏറ്റവും പ്രതിരോധ സംവിധാനങ്ങൾ അതിന്റെ ശക്തമായ നില പുറത്തെടുക്കുന്നു. ആ പ്രതിരോധ സംവിധാനങ്ങളിൽ എല്ലാം കൃത്യമായി തന്നെ മുന്നോട്ട് പോകുന്നു എന്ന് തന്നെയും കാണാൻ കഴിയും.